അള്ളാഹുവിൻ്റെ കാരുണ്യം കൂടാതെ ഒരാൾക്കും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വല അന്ത യാ റസൂലല്ലാഹ്, തങ്ങളും അങ്ങനെ തന്നെയാണോ? ഒരാളും അവൻ്റെ അമലുകളെ കൊണ്ട് മാത്രം അവനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവന് സ്വർഗത്തിൽ പോകണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹിൻ്റെ കാരുണ്യം ആവശ്യമാണ് എന്നാണല്ലോ നബിയെ തങ്ങൾ പറഞ്ഞത്. അപ്പോൾ തങ്ങളും അതുപോലെ തന്നെയാണോ, തങ്ങളുടെ അമല് കൊണ്ടല്ലയോ രക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, ഞാനും എൻ്റെ അമല് കൊണ്ടല്ല രക്ഷപ്പെടുന്നത്. വലാകിൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, പക്ഷേ അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഈ വിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ 10 കുറിച്ച് അവലുഹു റഹ്മ, അതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ റഹ്മത്തിൻ്റേതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നിസ്കാരത്തിൻ്റെ പിറകിൽ മാത്രമല്ല, ഏത് സമയത്തിലും അള്ളാഹിൻ്റെ കാരുണ്യത്തെ ധാരാളമായി ചോദിക്കണം. അള്ളാഹു തആല അവൻ്റെ കരുണ കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറത്തിലും അള്ളാഹു സലാമത്താക്കി തരട്ടെ, വിജയിപ്പിച്ച് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.